ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് നാരങ്ങാനീരും ചേർക്കാം. ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അടുത്തതായിട്ട് ഞാനൊരു 15 കശുവണ്ടി അല്ലെങ്കിൽ കാഷ്യൂനട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കാം. അരയുന്നില്ല എന്ന് തോന്നിയാൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കശുവണ്ടി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്തിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 15 പുതിനയില എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഇല കണ്ടോ, കുറച്ച് വലുതാണ് ഇതുപോലെ. അപ്പോൾ അതാണ് ഞാനൊരു 15 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഇലയൊക്കെ ആണെങ്കിൽ ഒരു 5 10 എണ്ണമൊക്കെ കൂടുതൽ എടുക്കണം. പിന്നെ വേണ്ടത് ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. അത് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഈ 2 പച്ചമുളകും പിന്നെ നമ്മൾ ചിക്കനിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടല്ലോ, ആ ഒരു അളവിനാണെങ്കിൽ ഈ കറിക്ക് അധികം എരിവ് കാണത്തില്ല. പിന്നെ ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളിയും വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നിയാൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് ആയി. പിന്നെ നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 2 വലിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വഴറ്റി കൊടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങുന്നത് വരെ വഴറ്റണം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിനകത്തേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിനി കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളുടെ പച്ചച്ചുവ നന്നായിട്ട് മാറണം. അതുവരെ ഇത് വഴറ്റി കൊടുക്കാം. അത് പച്ചച്ചുവ മാറിയിട്ട് മാത്രമേ നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ ചിക്കൻ കറിക്ക് ആ ഒരു ചുവയുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർക്കാം. ഇനി ഈ പൊടികളുടെ പച്ച ചുവ മാറി വരുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇനി നന്നായി വെന്തുടഞ്ഞ് മസാലയുടെ കൂടെ ചേരണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് മസാലയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിനകത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാല ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി ചേർത്താൽ മതി. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. ഇതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അതിൻ്റെ അളവ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഗ്രേവിക്ക് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളവും കൂടി ആകുമ്പോൾ ചിലപ്പോൾ ഗ്രേവി ഒരുപാട് ലൂസായി പോവും. നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഇതിനകത്തുനിന്നിപ്പോൾ ഒത്തിരി വെള്ളം വന്നിട്ടില്ല. ചില സമയത്ത് നമ്മൾ വെക്കുമ്പോൾ ചിക്കനിൽ നിന്ന് ഒത്തിരി വെള്ളം വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ ഇതിനകത്തിപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കണം.
അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പം ചിക്കനിൽ നിന്ന് എത്ര വെള്ളം വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാനിത് ഗ്രേവി ഉള്ള കറിയായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇത് വീണ്ടും നമുക്കൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഗ്രേവി നന്നായിട്ട് കുറുകി വരണം, അതുപോലെ ചിക്കൻ ആവശ്യത്തിന് വേവും വേണം. അപ്പോൾ അതുവരെ വീണ്ടും ഇത് അടച്ചു വെക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കത് തുറന്നു നോക്കാം. കണ്ടോ, ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്, അതുപോലെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കശുവണ്ടി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കശുവണ്ടിയുടെ പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ ഈ ഗ്രേവി നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇതിനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ ചേർത്ത കശുവണ്ടിയുടെ ഫ്ലേവർ ഗ്രേവിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇത് ഗീ റൈസിൻ്റെ കൂടെ ആയാലും അതുപോലെ അപ്പം, ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.